പി വി അൻവർ ബേപ്പൂരിൽ കറങ്ങുന്നത് വെറുതെയല്ല എന്നതാ KPCCയുടെ ഭാഗത്തുനിന്നുകൂടി ഒരു സ്ഥിരീകരണം വരികയാണ്. ബേപ്പൂരിൽ അൻവർ തന്നെ എന്ന് പറയുന്നു. ഒപ്പം അൻവർ ബേപ്പൂരിൽ ജയിക്കുമെന്ന് കൂടി പറയുകയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിൽ സന്തോഷമെന്നും മത്സരിക്കുന്നുവെങ്കിൽ ബേപ്പൂരിൽ തന്നെ ആയിരിക്കുമെന്നുമാണ് അൻവർ പിന്നീട് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. അല്ല, ബേപ്പൂരിൽ തന്നെ മത്സരിക്കുകയാണല്ലോ. അപ്പം ഒരു നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു റിയാസ് പിന്നെ അൻവർ ഫൈറ്റ് ആയിരിക്കും, അങ്ങനെ ആയിരിക്കോ? അല്ലല്ല, അത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാലേ അതൊക്കെ പറയാൻ പറ്റില്ല. അത് ഔദ്യോഗികമായിട്ട് UDF ലീഡർഷിപ്പ് കൂടി പ്രഖ്യാപനം നടത്തണ്ട. അതിനു മുമ്പ് നമുക്ക് അതിനെ പറ്റി ഒരു വിവരം കിട്ടിയിട്ടില്ല. എനിക്കത് സ്ഥിരീകരിക്കാൻ കഴിയില്ല ഇപ്പൊ. അല്ല, ഞാൻ മത്സരിക്കുകയാണെങ്കിൽ ബേപ്പൂരെ മത്സരിക്കുന്നുള്ളൂ. എനിക്ക് ബേപ്പൂരിനോ താല്പര്യം വന്നില്ല, അവരെ അറിയിച്ചാണ്. ബേപ്പൂരോ താല്പര്യം അറിയിച്ചിരുന്നു അല്ലേ? അതെ അതെ അതെ. അപ്പൊ അതിലൊരു ഔദ്യോഗിക തീരുമാനം വന്നതായിട്ടാണ് ഇപ്പം സണ്ണി ജോസഫ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സണ്ണി ജോസഫ് അങ്ങനെയാണ് സ്ഥിരീകരിച്ചത്. ബേപ്പൂരിൽ അൻവർ ജയിക്കും എന്നാണ് പറഞ്ഞത്. അല്ല, അതിനെ പറ്റി എനിക്കറിയില്ല. എനിക്ക് കമ്മ്യൂണിക്കേഷൻ ആയിട്ടില്ല. അവരുടെ ഡിസ്കഷനിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കണം. ഇതിലിപ്പോ ബേപ്പൂരാണ് എന്ന് ഉറപ്പിക്കുന്നതിൽ സന്തോഷമുണ്ടോ? തീർച്ചയായിട്ടും ഒരേ മത്സരിക്കുള്ളൂ. ഞാൻ വേറൊരു സ്ഥലത്ത് മത്സരിക്കില്ല, അല്ലെങ്കിൽ ക്യാമ്പയിനറായി നിൽക്കും. ഇംതിയാസ് കരീമിന്റെ വിവരങ്ങളുമായി. ഇംതിയാസ്, ഇപ്പോ ഒന്നും ഔദ്യോഗികമായിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. നേതാക്കൾ തന്നെ ഇന്നയാൾ ഇന്നടുത്ത് ജയിക്കുമെന്നൊക്കെ പറയുന്നതും ശരിയാണോ എന്ന് സംശയമുണ്ട്. സണ്ണി ജോസഫ് ഇങ്ങനെ ഒരു പ്രതികരണം ഇപ്പോഴേ നടത്താമായിരുന്നു എന്നത് അറിയില്ല. എങ്കിലും അൻവർ അവിടെ ഉറപ്പിക്കുന്നു അല്ലേ? ദിനേശ് മണി, തീർച്ചയായിട്ടും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇങ്ങനെ ഒരു കാര്യം, അതായത് ബേപ്പൂരിൽ അൻവർ മത്സരിക്കും, അൻവർ അവിടെ ജയിച്ചു വരുമെന്നൊക്കെ പറയുന്നതിലൊരു ഔദ്യോഗിക സ്വഭാവം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം വളരെ നേരത്തെ തന്നെ അൻവർ ബേപ്പൂരിൽ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബേപ്പൂരിൽ തനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, അവിടെ തന്നെയാണ് മത്സരിക്കേണ്ടത് എന്ന ആഗ്രഹം വളരെ നേരത്തെ തന്നെ പാർട്ടി മുസ്ലിം ലീഗിന്റെ നേതാക്കളോടും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളോടൊക്കെ അൻവർ ആവശ്യം അറിയിച്ചിരുന്നു. അതുപ്രകാരം തന്നെയാണ് അദ്ദേഹം പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്തത്. അതിന്റെ മുൻപ് തൃണമൂലിന്റെ തന്നെ ഔദ്യോഗിക യോഗം കോഴിക്കോട് ചേർന്ന് അതിൽ തീരുമാനമെടുത്ത് അങ്ങനെയാണ് പ്രചാരണ രംഗത്തേക്ക് അൻവർ ഇറങ്ങുന്നത്. ഇന്ന് അൻവറിനോട് സംസാരിക്കുമ്പോൾ അതിലൊരു സണ്ണി ജോസഫ് പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹത്തിനൊരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. ബേപ്പൂരിൽ താൻ തന്നെയായിരിക്കുമെന്നൊരു ഒരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം അൻവറിനോട് ചോദിക്കുന്ന സമയത്ത് അൻവർ പറയുന്നത് താൻ മത്സരിക്കുമെങ്കിൽ അത് ബേപ്പൂരാണ്, അതല്ലെങ്കിൽ ഒരു ക്യാമ്പയിനറായി തുടരും, പ്രചാരണ രംഗത്തെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്ന് അത് ബേപ്പൂരായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അദ്ദേഹം മരുമോനിസത്തിനെതിരെ പറയുന്നു. എതിർ സ്ഥാനാർത്ഥിയായിട്ട് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മന്ത്രി മുഹമ്മദ് റിയാസിനി വരുമോ എന്നുള്ളതിൽ തന്നെയൊക്കെയാണ് ഉദ്യോഗമുള്ളത്. അൻവർ പ്രചാരണ രംഗത്തിറങ്ങുമ്പോൾ ഒരുപക്ഷെ അൻവർ മണ്ഡലം മാറി പോകുമോ എന്ന രീതിയിലൊക്കെ ചർച്ചകൾ ഒരു ഭാഗത്ത് ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ റിയാസ് മണ്ഡലം മാറി പോവുകയാണെങ്കിൽ ആ സമയത്ത് അൻവർ അങ്ങനെ കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്, റിയാസ് അങ്ങ് മണ്ഡലം മാറി പോവുകയാണെങ്കിൽ ഞാൻ എവിടെ മത്സരിക്കണമെന്ന കാര്യം ആ സമയത്ത് തീരുമാനിക്കാം, ആ തീരുമാനം അപ്പോൾ എടുക്കാം എന്നാണ് അൻവർ പറയുന്നത്. അതുകൊണ്ട് മനസ്സിലാവുന്ന ഒരു കാര്യം, അൻവറിനിപ്പോൾ മുഹമ്മദ് റിയാസുമായിട്ട് മത്സരിക്കണം, അതിന് പറ്റിയ കളം അത് ബേപ്പൂരാണ്. ആ ആവശ്യം താൻ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ഈ സ്ഥാനാർത്ഥി ചർച്ചകൾ കഴിഞ്ഞിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ല. അതിനിടയിലാണ് KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫ് അൻവറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞു വെക്കുന്നത്. പ്രചാരണ രംഗത്ത് അൻവർ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അൻവർ ജയിക്കും, ബേപ്പൂരിലായിരിക്കുമോ, ബേപ്പൂരിൽ അൻവർ തന്നെ ആയിരിക്കുമെന്ന ചോദ്യത്തിൽ അൻവർ ആയിരിക്കും എന്നൊരു സ്ഥിരീകരണം പോലെയാണ് സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തെങ്കിലും വ്യക്തത വരുത്താനുണ്ടെങ്കിൽ അത് വരുത്തേണ്ടത്. ശരി, എന്തായാലും പി വി അൻവർ പറഞ്ഞു താൻ മത്സരിക്കുകയാണെങ്കിൽ ബേപ്പൂരിൽ മത്സരിക്കുമെന്നാണ്. അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ സണ്ണി ജോസഫിന്റെ പ്രതികരണമാണ് അൻവർ ജയിക്കും.